പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട്, എൻ്റെ ലൈഫ് ഇവിടെ സ്റ്റക്കായോ എന്ന്. എന്നാൽ തീർച്ചയായും അള്ളാഹു നിന്നെ മാറ്റാൻ തയ്യാറായിരിക്കുന്നവനാണ്. പക്ഷേ അതിന് നീ തുടക്കം കുറിക്കണം. ഇത് വെറുമൊരു ചലഞ്ചല്ല, നിന്റെ ലൈഫിന് ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനുള്ള 10 ദിവസമാണ്. ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മൾ. സ്വപ്നങ്ങൾ എന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ മാത്രമല്ല, അതൊരു ഇബാദത്തും കൂടിയാണ്. പലരും പറയുന്നു, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്ന്. പക്ഷേ അള്ളാഹു പറയുന്നു, ഞാൻ എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് പോലെ ആയിരിക്കുമെന്ന്. അള്ളാഹുവിനോട് നല്ല പ്രതീക്ഷ വെച്ചവൻ ഒരിക്കലും തോൽക്കുന്നില്ല. നീ ഇന്ന് മനസ്സിൽ വെക്കുന്ന നല്ലൊരു നെയ്യത്ത്, ഇൻറ്റൻഷൻ, ഇനി ഞാൻ എൻ്റെ ലൈഫ് മാറ്റും എന്നാണെങ്കിൽ അള്ളാഹു അതിനുള്ള വഴി നിനക്ക് മുന്നിൽ തുറന്നു തരും. ഈ 10 ഡേയ്സ് അത് വെറുമൊരു ചലഞ്ചല്ല, അത് നിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആക്കാം. ഡേ 1, എന്തിനാണ് നീ ഈ 10 ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് നീ ചിന്തിക്കുക. ലൈഫ് എന്നത് വെറും ജീവിക്കുന്നതിന് വേണ്ടി എന്നതല്ല, ഒരു ഉദ്ദേശത്തോടെ ജീവിക്കാനുള്ളതാണ്. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യത്തോടെയാണ്. ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും ആരാധനയ്ക്കല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു. നിന്റെ ലക്ഷ്യം അത് നീ കണ്ടെത്തുക. ഓരോ ദിവസവും നീ ഉണരുമ്പോൾ ചോദിക്കുക, ഇന്ന് ഞാൻ എന്തിനു വേണ്ടിയാണ് എഴുന്നേറ്റത് എന്ന്. ഡേ 2, ഹൃദയം ശുദ്ധമാക്കാതെ യാതൊരു ഗ്രോത്തും ഉണ്ടാകില്ല. ക്ഷമിക്കുക, കോപം കൈവിടുക, വിഷമങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുക. തീർച്ചയായും നീ ഹൃദയം ശുദ്ധമാക്കുമ്പോൾ അള്ളാഹു നിനക്ക് പുതിയത് നൽകും. അള്ളാഹു പറയുന്നു, ആരൊരാൾ അള്ളാഹുവിനോട് ഭയപ്പെടുന്നുവെങ്കിൽ അവൻ അവനു വേണ്ടി തന്നെ ഒരു വഴി ഒരുക്കുമെന്ന്. ഡേ 3, പ്രാർത്ഥനയുടെ ശക്തി. സ്വപ്നങ്ങൾ പ്രാർത്ഥനയിലൂടെയാണ് വളരുന്നത്. ഫജർ മുതൽ ഇഷ വരെ ഓരോ നമസ്കാരത്തിലും നീ നിന്റെ സ്വപ്നം ഓർക്കുക. യാ അല്ലാ, എനിക്ക് നിന്റെ റഹ്മത്ത് വേണമെന്ന് നീ അപേക്ഷിക്കുക. തീർച്ചയായും നിനക്കൊരു ദിവസം കാണാൻ വേണ്ടി സാധിക്കും. നീ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച വഴികൾ അള്ളാഹു അതിനു വേണ്ടിയുള്ള വാതിൽ നിനക്ക് തുറന്നു തന്നിട്ടുണ്ടെന്ന്. ഡേ 4, മാറ്റം തുടങ്ങുന്നത് എളുപ്പമാണ്, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യുക, നിലനിർത്തുക എന്നതാണ് വെല്ലുവിളി. ഈ ഒരു 10 ദിവസം, 10 ഡേയ്സ് നീ സ്ഥിരത നിലനിർത്തുക. അതാണ് മിറാക്കിൾ സൃഷ്ടിക്കുന്നത്. പലരും ലൈഫിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു ദിവസം മാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ 2ാമത്തെ ദിവസം മുതൽ അത് മറന്നു പോകുന്നു. പക്ഷേ നീ ഓർമ്മിക്കുക, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തി അത് ചെറുതായാലും സ്ഥിരമായി ചെയ്യുന്നതാണ് എന്ന്. ഡേ 5, നന്ദിയുടെ ദിനം. നന്ദി പറയുന്നവർക്ക് അള്ളാഹു അധികം നൽകുന്നവനാണ്. ഓരോ ദിവസവും ഇന്നെനിക്ക് ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് എനിക്ക് അള്ളാഹു നൽകിയത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്തിനൊക്കെയാണ് നന്ദി പറയേണ്ടത് എന്ന് നീ എഴുതി വെക്കുക. നന്ദി പറയുന്നത് മനസ്സിനെ സമാധാനത്തോടെ നിറയ്ക്കും. ഡേ 6, ഹാർഡ് വർക്ക് പ്ലസ് തവക്കൽ. നീ ഹാർഡ് വർക്ക് ചെയ്യുക, പക്ഷേ റിസൾട്ട് അത് അള്ളാഹുവിൽ വിട്ടുകൊടുക്കുക. അതായത് ഹാർഡ് വർക്ക് പ്ലസ് തവക്കൽ ആണ് സക്സസിൻ്റെ താക്കോൽ. നിന്റെ പരിശ്രമം കാണാത്തവരുണ്ട്, പക്ഷേ അള്ളാഹു അത് കണ്ടിട്ടുണ്ട്. ഡേ 7, സ്വയം ക്ഷമിക്കുക. നീ ചെയ്ത പിഴവുകൾ അത് നിന്നെ ഒരിക്കലും ബാക്ക് സ്റ്റാബ് ചെയ്യരുത്, അല്ലെങ്കിൽ തിരിച്ചടിക്കരുത്. അള്ളാഹു ക്ഷമിക്കുന്നവനാണ്. ഞാനിനി ശരിയായ വഴി തുടങ്ങുമെന്ന് തീരുമാനിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, നീ നടന്നു വരുമ്പോൾ ഞാൻ നിന്നരികിലേക്ക് ഓടിയെടുക്കുമെന്ന്. ഡേ 8, നിന്റെ സ്വപ്നങ്ങൾ എഴുതുക. നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. യാ അല്ലാ, എനിക്ക് നല്ല വഴികൾ തുറക്കണമേ, എൻ്റെ ലക്ഷ്യത്തിന് നീ ബറക്കത്ത് നൽകണമേ എന്ന്. അതോടൊപ്പം നീ നിന്റെ സ്വപ്നങ്ങൾ എഴുതി വെക്കുക. അതിനുവേണ്ടി നീ ആത്മാർത്ഥമായി ദുആ ചെയ്ത് തുടങ്ങുക. ഡേ 9, മറ്റൊരാളെ പ്രചോദിപ്പിക്കുക. നിന്റെ മാറ്റം മറ്റൊരാൾക്ക് ഒരു തെളിവാകട്ടെ. അള്ളാഹുവിന് ഏറെ പ്രിയമുള്ളവരാണ് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നവർ. ഡേ 10, നിന്റെ പുതിയ ജീവിതം. ഇന്ന് 10 ദിവസം കഴിഞ്ഞു. നീ ഇപ്പോൾ ആ ഒരു പഴയ വ്യക്തിയല്ല. നിന്റെ ഉള്ളിൽ ആത്മവിശ്വാസം നിറഞ്ഞിരിക്കുന്നു. നിനക്കിപ്പോൾ ഒരു ലക്ഷ്യബോധമുണ്ട്. നിനക്ക്
അള്ളാഹുവിനോടുള്ള വിശ്വാസമുണ്ട്. ഖുർആനിലൂടെ പറയുന്നു, നീ നന്ദി പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിന്നെ അധികം നൽകി അനുഗ്രഹിക്കുമെന്ന്. ഇതുവരെ നീ ചെയ്തു വന്നതെല്ലാം അള്ളാഹു കണ്ടു. ഇനി നീ പറയുക, യാ അള്ളാഹ്, ഞാൻ മാറാൻ വേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എന്ന്. ഇപ്പോൾ ഞാൻ നിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു, അതിൽ നീ അനുഗ്രഹിക്കണമേ എന്ന്. ഫ്രണ്ട്സ്, ഈ ഒരു 10 days അത് നിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റുക. നിന്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പക്ഷേ അതിൻ്റെ തുടക്കം, സ്റ്റാർട്ടിങ്, അത് നിന്റെ കയ്യിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.